ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാനായിട്ട് ഇനിയും വെറും ഒരു മാസം, കറക്റ്റ് ഒരു മാസം കൂടി മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ഇത് തുടങ്ങുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുവരെയും. അതിൻ്റെ ഡേറ്റ് എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് പുതുതായി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് പോസ്റ്റ് ഇങ്ങനെയാണ്: ബിഗ് ബോസ് ഫാൻസെ കേൾക്കൂ, ബിഗ് ബോസ് വീട് ഇനി സ്വപ്നമല്ല, അത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇത്രയും ചെയ്താൽ മതി. അതായത് നമുക്കറിയാം കോമണേഴ്സ് പ്രൊമോയിൽ വന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോമണേഴ്സിന് എങ്ങനെ പങ്കെടുക്കാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് നിങ്ങൾ ചെയ്യേണ്ടത് മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ, സാധാ മൈജി അല്ല, മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് വരാൻ എന്താണ് യോഗ്യതയെന്ന് 3 മിനിറ്റിൽ കവിയാത്ത ഒരു വീഡിയോ, 3 മിനിറ്റ് വരെ മാക്സിമം, അത് 50 MB ഫയൽ സൈസ് ആയിരിക്കണം. ജൂലൈ 10-നകം ഈ ഒരു bb7.jiostar.com, അതായത് bb7.jiostar.com എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതുതന്നെയാണ് ഇവിടെ പോസ്റ്റായിട്ട് അവർ യൂട്യൂബ് ചാനലിൽ പോസ്റ്റായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഷോയിലേക്ക് വരാൻ യോഗ്യനാണെന്ന് 3 മിനിറ്റിലെ ഉള്ളിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കി, ഒരു കിടിലൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് bb7.jiostar.com എന്ന് പറഞ്ഞ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇതാണ് ഇവർ പോസ്റ്റായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഈ ജൂലൈ 10 വരെയാണ്. അപ്പോൾ ജൂലൈ 10-നുള്ളിൽ നിങ്ങളുടെ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒരു പക്ഷേ നിങ്ങൾ ബിഗ് ബോസിൽ തിളങ്ങാനുള്ളൊരു ഭാഗ്യവതിയോ ഭാഗ്യവാന്മാരോ നിങ്ങളായിരിക്കാം. മൈജി ഫ്യൂച്ചർ ചെന്നിട്ട് നിങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ, ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ചെന്നിട്ടാണ് നിങ്ങൾ ആ ഒരു വീഡിയോ, നിങ്ങളുടെ സ്വന്തം വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഏഷ്യാനെറ്റ് വന്നൊരു പോസ്റ്റാണ് സംതിങ് ബിഗ് ഈസ് കമ്മിങ്, ക്യാച്ച് യു ഓൺ ജൂലൈ 4th. അതായത് ജൂലൈ 4-ാം തീയതി എന്തോ ഒരു ബിഗ് വരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തിൽ ബിഗ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കരുതിയിരിക്കുന്നത് ബിഗ് ബോസിനെ പറ്റിയാണെന്നാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഏഷ്യാനെറ്റും ബിഗ് ബോസും ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. നേരത്തെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ വരുമെന്ന് നമ്മൾ ഊഹിച്ചു, പക്ഷേ വന്നില്ല. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ വേറൊരു പ്രൊമോ, അതായത് നമുക്കറിയാം കോമണേഴ്സിൻ്റെ പ്രൊമോ ചെയ്തത് റസ്മിനാണ്. അപ്പോൾ ലാലേട്ടനെ വെച്ചുകൊണ്ടൊരു പ്രൊമോ ഏഷ്യാനെറ്റ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിന് മുമ്പായിട്ട് അത് വരും. അപ്പോൾ അതാണ് ഈ ജൂലൈ 4-ാം തീയതി വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് കൺഫേം അല്ല. എന്തായാലും ബിഗ് ബോസിനെ പറ്റി എന്തോ ഒരു സംഭവമാണെന്നാണ് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ബിഗ് ബോസിനെ പറ്റി ഈ 2 കാര്യങ്ങളാണ് ഏഷ്യാനെറ്റിൽ റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ്, അതായത് ഏകദേശം കൺഫേം ആയ ആൾക്കാരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കൺഫേം ആകാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പ്രഡിക്ഷൻ ലിസ്റ്റായിട്ട് ഇടാതിരിക്കുന്നത്. പല യൂട്യൂബ് ചാനലിലും പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് കൺഫേം ആവാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. എന്തായാലും ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതും വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബിഗ് ബോസിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.